أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. കഴിഞ്ഞ കുറച്ച് ഖുത്ബകളിൽ ബനു മുസ്തലിഖ് യുദ്ധത്തെക്കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിൽ പറയുന്നു, ബനു മുസ്തലിഖിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നഖി എന്ന സ്ഥലത്തു കൂടി വരികയുണ്ടായി. അവിടെ പുല്ല് നിറഞ്ഞ വലിയ പ്രദേശവും വലിയ ജലാശയവും കാണാൻ ഇടയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിലെ വെള്ളത്തെക്കുറിച്ച് ആരാഞ്ഞപ്പോൾ ആരോ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ചൂടുകാലം വരുമ്പോൾ അതിൽ വെള്ളം കുറയുന്നതാണ്, തടാകങ്ങളിൽ വെള്ളം താഴേക്ക് പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഹാത്തിബ് ബിൻ അബി ബൽതായോട് പറഞ്ഞു, അവിടെ ഒരു കിണർ കുഴിക്കുക, നഖീയിൽ മൃഗങ്ങൾക്ക് വേണ്ടി ഒരു മേച്ചിൽപ്പുറം ഉണ്ടാക്കാനും കൽപ്പന നൽകി. ഹസ്രത്ത് ബിലാൽ ബിൻ ഹാരിസ് മുസ്നിയെ മേൽനോട്ടക്കാരൻ ആക്കുകയും ചെയ്തു. അദ്ദേഹം ചോദിച്ചു, യാ റസൂലല്ലാഹ്, എത്ര സ്ഥലമാണ് മേച്ചിൽപ്പുറം ആക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ വെളുപ്പാൻ കാലത്ത് ഒരാളെ ഈ കുന്നിനു മുകളിൽ കയറ്റുക. അയാളുടെ ശബ്ദം എത്ര ദൂരം വരെ എത്തുന്നുണ്ടോ അവിടം വരെയും മുസ്ലിങ്ങൾ ജിഹാദിന് വേണ്ടി യാത്ര ചെയ്യുന്ന ഒട്ടകങ്ങളുടെയും കുതിരകളുടെയും മേച്ചിൽപ്പുറം ഉണ്ടാക്കുക. പ്രസ്തുത ഏരിയയുടെ വലിപ്പമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മാനദണ്ഡമാണ് നിശ്ചയിച്ചത്. ഹസ്രത്ത് ബിലാൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, പൊതു മുസ്ലിങ്ങൾ അവരുടെ മൃഗങ്ങളെ മേയ്ക്കുന്നത് സംബന്ധിച്ചുള്ള കൽപ്പന എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർ ഈ പ്രദേശത്ത് പ്രവേശിക്കുന്നതല്ല. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, വളരെ കുറഞ്ഞ തോതിൽ ആടുമാടുകൾ വളർത്തുന്ന നിസ്സഹായരായ സ്ത്രീപുരുഷന്മാർക്കുള്ള കൽപ്പന എന്താണ്? അവർ അവയെ മേയ്ക്കാൻ മറ്റു സ്ഥലങ്ങളിൽ പോകാൻ കഴിവില്ലാത്തവരുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവർക്ക് അവയെ മേയ്ക്കാൻ അനുവാദം നൽകിക്കൊള്ളുക. അതായത് പ്രസ്തുത നിസ്സഹായരായ ആളുകൾക്ക് അനുമതി നൽകുകയുണ്ടായി. ധനാഢ്യരായ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടേതായ സ്ഥലം സ്വയം കണ്ടെത്തുക. ഇവിടെ സർക്കാരിൻ്റെ മൃഗങ്ങൾക്ക് മേയാൻ മാത്രമേ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. ഈ മേച്ചിൽപ്പുറം ഹസ്രത്ത് അബൂബക്കർ, ഹസ്രത്ത് ഉമർ, ഹസ്രത്ത് ഉസ്മാൻ എന്നിവരുടെ ഖിലാഫത്ത് കാലം വരെയും അങ്ങനെ തന്നെ നിലനിന്നു പോന്നു. പിന്നെ കുതിരകളുടെയും ഒട്ടകങ്ങളുടെയും എണ്ണം വർദ്ധിച്ചപ്പോൾ വേറെ സ്ഥലം കണ്ടെത്തുകയുണ്ടായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ഏത് സമയത്തും ഉന്മേഷഭരിതരും ജാഗരൂകരുമാക്കി നിലനിർത്തുന്നതിനുള്ള സംവിധാനവും ചെയ്തിരുന്നു. അവർക്കിടയിൽ ഇടയ്ക്കിടെ കായിക മത്സരങ്ങളും നടത്തിയിരുന്നു. ഈ മത്സരങ്ങളിൽ ധൈര്യം, തൻ്റെടം, വിശ്വാസപരവും ജിഹാദപരവുമായ തർബിയത്ത് എന്നീ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകിയിരുന്നത്. ഇത്തരം മത്സരങ്ങൾ കാരണം അവരുടെ നിശ്ചയദാർഢ്യവും സ്ഥൈര്യവും ധൈര്യവുമൊക്കെ നല്ലപോലെ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. അങ്ങനെ ബനു മുസ്തലിഖിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നഖി എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്കിടയിൽ കുതിരപ്പന്തയവും ഒട്ടകപ്പന്തയവും സംഘടിപ്പിച്ചു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒട്ടകമായ
കസ്വ എല്ലാ ഒട്ടകങ്ങളെയും പിന്തള്ളി ഏറ്റവും മുന്നിലെത്തി. അതിൽ ഹസ്രത്ത് ബിലാൽ ബിൻ റിബാഹ് ആണ് സഞ്ചരിച്ചിരുന്നത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുതിരയും മറ്റ് കുതിരകളെ പിന്തള്ളി മുന്നിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പക്കൽ 2 കുതിരകൾ ഉണ്ടായിരുന്നു. ഒന്നിന്റെ പേര് ലസാസ് എന്നും രണ്ടാമത്തേതിന്റെ പേര് സറബ് എന്നുമായിരുന്നു. ആ ദിവസം സറബാണ് മത്സരത്തിൽ പങ്കെടുത്തത്. ഹദ്രത്ത് അബി ഉസൈദ് സാദിയാണ് അതിൽ സഞ്ചരിച്ചിരുന്നത്. അതും ഒന്നാമതെത്തി. ഈ സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ആയിഷയുമായി ഓട്ടപ്പന്തയം നടത്തിയതിനെ പറ്റിയും പരാമർശമുണ്ട്. കിതാബ് ഇംതാഇൽ അസ്മായിൽ പറയുന്നു, ബനു മുസ്തലിഖ് യുദ്ധത്തിൽ നിന്നുള്ള യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ആയിഷയുമായി ഓട്ടപ്പന്തയം നടത്തി. അവർ തങ്ങളുടെ വസ്ത്രം ചുരുക്കി പിടിച്ചു. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജുബ്ബയും കൂട്ടിപ്പിടിക്കുകയുണ്ടായി. അങ്ങനെ ഓട്ട മത്സരം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ആയിഷയെ മറികടക്കുകയും ചെയ്തു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരിക്കൽ നീ എന്നെ മുൻകടന്നതിന് പകരമാണിത്. ഈ വാചകത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുൻ സംഭവത്തെ സൂചിപ്പിക്കുന്നുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് അബൂബക്കറിന്റെ വീട്ടിലേക്ക് പോവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്രത്ത് ആയിഷയുടെ കയ്യിൽ എന്തോ ഒരു സാധനം കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നോക്കാൻ വേണ്ടി ചോദിച്ചപ്പോൾ അവർ കൊടുത്തില്ല. അവരവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ പിറകെ ഓടിയെങ്കിലും അവരെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ വീടിനെ സന്തോഷഭരിതമായി നിലനിർത്തുന്നതിന് വേണ്ടി ചെയ്തതായിരുന്നു. എല്ലാ കാര്യത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഉത്തമമായ മാതൃക നമുക്ക് മുന്നിലുണ്ട്. ഇത് തങ്ങളുടെ ഭാര്യമാരോട് കാഠിന്യം പ്രവർത്തിക്കുന്നവർക്കുള്ള ഒരു മാതൃക കൂടിയാണ്. അല്ലാമ ഇബ്നു ജോസി ഹദ്രത്ത് ആയിഷയിൽ നിന്നുള്ള ഒരു നിവേദനം രേഖപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നു, ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്രയിൽ ആയിരുന്നു. ആ സമയത്ത് ഞാൻ ചെറുപ്രായവും മെലിഞ്ഞ ശരീരപ്രകൃതവുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂടെയുണ്ടായിരുന്ന ആളുകളോട് ഓട്ടപ്പന്തയം നടത്താൻ പറഞ്ഞു. എല്ലാവരും അതിൽ ഭാഗവാക്കായി. എന്നോട് പറഞ്ഞു, വരൂ നമുക്ക് ഓടാം, ഓട്ട മത്സരം നടത്താം. അങ്ങനെ ഞങ്ങളും ഓടി. ഞാൻ മുന്നിലെത്തി. നേരത്തെ പറഞ്ഞ സംഭവം ഒരുപക്ഷെ മറ്റേതെങ്കിലും സന്ദർഭത്തിലേത് ആയിരിക്കാം. ഏതായാലും ഇത്തരം സൽപെരുമാറ്റത്തിൻ്റെ സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അതിന് കുറേ കാലത്തിന് ശേഷമുള്ള ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നീട് എൻ്റെ ശരീരം കുറച്ച് ഭാരമുള്ളതായി തീർന്നു. അങ്ങനെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഞാൻ യാത്രയിലായിരുന്നു. പ്രസ്തുത സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുണ്ടായിരുന്ന ആളുകളോട് ഓട്ടപ്പന്തയം നടത്താൻ പറഞ്ഞു. എല്ലാവരും അതിൽ ഭാഗവാക്കായി. എന്നോട് പറഞ്ഞു, വരൂ നമുക്ക് ഓടാം, ഓട്ട മത്സരം നടത്താം. അങ്ങനെ ഞങ്ങളും ഓടി. ഇത്തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ജയിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് കഴിഞ്ഞ പ്രാവശ്യത്തിനുള്ള പകരം വീട്ടലാകുന്നു. ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് പറയുന്നു, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോട് ഒപ്പം പുറത്തേക്ക് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങിയിരുന്നു. ഒരിക്കൽ സൈന്യത്തിനു മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഹദ്രത്ത് ആയിഷയും ഓടുകയുണ്ടായി. ഒറ്റയ്ക്കല്ല ഓടിയത്, സൈന്യത്തിന് മുന്നിലായിരുന്നു ഓടിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നിലാവുകയും ഹദ്രത്ത് ആയിഷ വിജയിക്കുകയും ചെയ്തു. രണ്ടാമത്തെ തവണ ഓടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിജയിക്കുകയും ഹദ്രത്ത് ആയിഷ പരാജയപ്പെടുകയും ചെയ്തു. ഹദ്രത്ത് ആയിഷയുടെ ശരീരപ്രകൃതം അല്പം തടിച്ചതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ തിൽക്ക ബി തിൽക്ക, അതായത് അന്നത്തെ പരാജയത്തിന് പകരമാണ് ഈ പരാജയം. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരോടൊപ്പം പുറത്തേക്ക് കറങ്ങാനിറങ്ങുന്നത് ഒരിക്കലും ഒരു കുറവായി ഗണിച്ചിരുന്നില്ല. ഇസ്ലാം അനുമതി തന്ന കാര്യങ്ങളെ
കുറവായി മനസ്സിലാക്കേണ്ടതില്ല. പഴയ കാലഘട്ടങ്ങളിൽ ചില ആളുകൾ, എന്നധികം ഇപ്പോഴും ഇത്തരം ആളുകൾ ഭാര്യമാരോട് ഈ കാര്യങ്ങളിൽ വലിയ അന്തരവും അനാവശ്യമായ ലജ്ജയും വെച്ചു പുലർത്തുന്നു. ഇന്നും പല ആളുകളും മുന്നിൽ നടക്കുകയും ഭാര്യമാർ പിന്നിലോ അല്ലെങ്കിൽ അകലം പാലിച്ചോ നടക്കുന്നു. ഇന്നത്തെ കാലത്തുള്ള ഇത്തരം ആളുകൾക്കുള്ള മാതൃക കൂടിയാണിത്. ഈ സൽപെരുമാറ്റമാണ് ഇസ്ലാം സ്ത്രീകളോട് കാണിച്ചത്. അതിൻ്റെ മാതൃകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ചത്. ഇതേ യാത്രയിലാണ് ഇഫ്ക് സംഭവത്തെക്കുറിച്ചും പരാമർശമുള്ളത്. അതിൻ്റെ വിശദീകരണം ഇപ്രകാരമാണ്: ബനു മുസ്തലിക്കിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മുനാഫിക്കീങ്ങൾ മറ്റൊരു ഫിത്ന കൂടി ഉയർത്തുകയുണ്ടായി. അത് ഉമ്മുൽ മുഅ്മിനീൻ ഹസ്രത്ത് ആയിഷയ്ക്ക് മേലുള്ള ഒരു ദുരാരോപണമാണ്. ഇഫ്ക് സംഭവം എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ആദ്യം വെള്ളത്തെ സംബന്ധിച്ചുള്ള സംഭവം ഉണ്ടായിരുന്നു. അബ്ദുല്ലാഹിബ്ൻ ഉബയ്യ് അവിടെ വഴക്കുണ്ടാക്കാൻ ശ്രമിച്ചില്ല. എന്നാൽ മറ്റൊരു സംഭവം കൂടിയുണ്ട്. സഹീഹ് ബുഖാരിയുടെ നിവേദനമനുസരിച്ച് ഈ സംഭവത്തെ വിവരിച്ചുകൊണ്ട് ഹദ്റത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും യാത്രയ്ക്ക് തീരുമാനമെടുക്കുമ്പോൾ തൻ്റെ സഹധർമ്മിണിമാർക്കിടയിൽ നറുക്കെടുപ്പ് നടത്തുകയും പിന്നെ ആർക്കാണോ നറുക്ക് വീഴുന്നത് അവരെ കൂടെ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്കിടയിൽ നറുക്കെടുപ്പ് നടത്തി. അതിൽ എനിക്കാണ് നറുക്ക് വീണത്. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പോവുകയുണ്ടായി. ആ സമയത്ത് പർദയുടെ കൽപ്പന ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ സംഭവം പർദയുടെ കൽപ്പനയ്ക്ക് ശേഷമാണ് ഉണ്ടായത്. പറയുന്നു, ഞാൻ എൻ്റെ പല്ലക്കിലാണ് യാത്ര ചെയ്തത്. ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഈ യുദ്ധത്തിൽ നിന്ന് വിരമിച്ച ശേഷം തിരിച്ചു വരികയുണ്ടായി. അങ്ങനെ മദീനയിലെത്തി. തിരിച്ചു വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ് തിരിച്ചു പുറപ്പെടാൻ വിളംബരപ്പെടുത്തിയത്. തിരിച്ചു പുറപ്പെടാനുള്ള വിളംബരം കേട്ടപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഞാനും പുറപ്പെട്ടു. ഞാൻ സൈന്യത്തിന് മുന്നിലെത്തി. പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് വേണ്ടി ഞാൻ പുറത്തേക്ക് പോയി. പറയുന്നു, ഞാൻ പ്രാഥമിക കൃത്യങ്ങളിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം എൻ്റെ വാഹനമൃഗത്തിൻ്റെ അടുത്തെത്തി. നെഞ്ചിൽ തൊട്ടു നോക്കിയപ്പോൾ എൻ്റെ മാല എവിടെയോ പൊട്ടി വീണതായി അനുഭവപ്പെട്ടു. എൻ്റെ മാല സഫാറിലെ മുത്തുകൾ കൊണ്ട് ഉള്ളതായിരുന്നു. സഫാർ സനയ്ക്ക് സമീപം യമനിലെ ഒരു പർവ്വതമോ നഗരമോ മറ്റോ ആണ്. അവിടെയുള്ള മുത്തുകൾ വളരെ പ്രസിദ്ധമായിരുന്നു. അത് എവിടെയോ പൊട്ടി വീണുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ തിരിച്ചു വരികയും എൻ്റെ മാല തിരയാനും തുടങ്ങി. അത് തെരഞ്ഞതുകൊണ്ട് അല്പം വൈകുകയും ചെയ്തു. എന്നെ പല്ലക്കിൽ കൊണ്ടുപോയിരുന്ന ആളുകൾ എത്തി. എൻ്റെ പല്ലക്ക് ഉയർത്തുകയും അതിനെ എൻ്റെ ഒട്ടകത്തിന് മേൽ വെക്കുകയും ചെയ്തു. ഞാൻ പല്ലക്കിലുണ്ട് എന്നാണ് അവർ കരുതിയത്. അക്കാലത്ത് സ്ത്രീകൾ പൊതുവെ ഭാരം കുറവുള്ളവരായിരുന്നു. അവർക്ക് തടി ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് കഴിച്ചിരുന്നത്. അതുകൊണ്ട് വലിയ തടിയൊന്നുമില്ലായിരുന്നു. പല്ലക്ക് എടുക്കുന്നവർ ഭാരമില്ലായ്മ ശ്രദ്ധിച്ചതുമില്ല. അവരത് എടുത്തു വയ്ക്കുകയും ചെയ്തു. ഞാൻ ഒരു മുതിർന്ന പെൺകുട്ടിയായിരുന്നു. അവർ ഒട്ടകത്തെ എഴുന്നേൽപ്പിച്ച് യാത്ര പുറപ്പെട്ടു. സൈന്യം പോയതിനു ശേഷം എനിക്ക് എൻ്റെ മാല തെരഞ്ഞ് കിട്ടുകയും ചെയ്തു. അതായത് അവരെല്ലാം പോവുകയുണ്ടായി. ഞാൻ മാല തെരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ താവളം വിളിച്ച സ്ഥലത്തേക്ക് എത്തി. അവിടെ വിളിക്കാനോ പറയാനോ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ ആദ്യമുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ വന്നു. അതായത് താവളം അടിച്ചിരുന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. എന്നെ കാണാതാകുമ്പോൾ അവർ ഞാനുണ്ടായിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്നാണ് കരുതിയത്. ഇതിനിടയിൽ അവിടെ ഇരുന്നപ്പോൾ എനിക്ക് മയക്കം വരികയും ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തു. സഫ്വാൻ ബിൻ മുഅത്തൽ സൽമ സക്വാനി സൈന്യത്തിന്റെ ഏറ്റവും പിന്നിൽ ഉണ്ടായിരുന്നു. എന്തെങ്കിലും സാധനങ്ങൾ വീണുപോവുകയാണെങ്കിൽ അത് സ്വരൂപിക്കുന്നതിന് വേണ്ടി സൈന്യത്തിന്റെ പിന്നിൽ വരുന്നതിനുള്ള ഡ്യൂട്ടിയാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരുന്നത്. എൻ്റെ താവളത്തിനടുത്ത് രാവിലെ എത്തിയപ്പോൾ അവിടെ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നതായി അദ്ദേഹം കണ്ടു. അദ്ദേഹം എന്നെ തിരിച്ചറിഞ്ഞു.
അദ്ദേഹം എന്നെ പർദ്ദയുടെ കൽപ്പന വരുന്നതിന് മുമ്പേ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. പറയുന്നു, അദ്ദേഹം ഇന്നാലില്ല എന്ന് ചൊല്ലുന്നത് കേട്ട് ഞാൻ ഉണർന്നു. അദ്ദേഹം എന്നെ മനസ്സിലാക്കിയപ്പോൾ ഞാൻ എൻ്റെ തട്ടം കൊണ്ട് മുഖം മറച്ചു. അള്ളാഹുവാണെ, ഞങ്ങളൊന്നും തന്നെ സംസാരിച്ചില്ല. അദ്ദേഹം ഇന്നാലില്ല എന്ന് ചൊല്ലുന്നത് മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ. അദ്ദേഹം ഒട്ടകപ്പുറത്തു നിന്നിറങ്ങി ഒട്ടകത്തെ ഇരുത്തുകയും അതിൻ്റെ മുൻകാലുകളിൽ തൻ്റെ കാൽ വയ്ക്കുകയും ചെയ്തു. ഞാൻ എഴുന്നേറ്റ് ഒട്ടകത്തിനടുത്തെത്തി. അതിൽ യാത്ര പുറപ്പെട്ടു. എന്നെയും കൊണ്ട് ആ ഒട്ടകത്തിൽ അദ്ദേഹം മുന്നോട്ട് നീങ്ങി. അങ്ങനെ നട്ടുച്ച നേരത്ത് നല്ല ചൂടുള്ള സമയമാണ്. സൈന്യത്തിനടുത്തെത്തി. ആളുകൾ തമ്പടിച്ച സമയമായിരുന്നു. ദുരാരോപണം ഉന്നയിച്ചവരിൽ വലിയ പങ്ക് വഹിച്ചവർ ഏതായാലും നശിപ്പിക്കപ്പെട്ടു. അത് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂൽ ആയിരുന്നു. ഉർവ പറയുന്നു, എന്നോട് പറയപ്പെട്ടു, അയാളുടെ അടുത്ത് വർത്തമാനങ്ങൾ പരന്നു തുടങ്ങി. അയാൾക്ക് ചുറ്റിലും ഇതേപ്പറ്റിയുള്ള വർത്തമാനങ്ങൾ ഉണ്ടായപ്പോൾ അയാൾ അതിന് ശരിവെക്കുകയും ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെകഞ്ഞ് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ ദുരാരോപണം ഉന്നയിക്കുന്നവരിൽ ഹസ്സാൻ ബിൻ സാബിത്ത്, മസ്തഹ് ബിൻ അസാസ, ഹംന ബിൻ ജഹഷ് എന്നിവർ ഉൾപ്പെടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു. അതേപ്പറ്റി എനിക്കറിയില്ല. അള്ളാഹു പറഞ്ഞതുപോലെ ഇതിൻ്റെ വലിയ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നത് അബ്ദുല്ല ബിൻ ഉബയ്യ് ബിൻ സുലൂലിനായിരുന്നു. ഹദ്രത്ത് ആയിഷയുടെ അടുക്കൽ ഹദ്രത്ത് ഹസ്സനെ കുറ്റം പറയുന്നത് അവർ ഇഷ്ടപ്പെട്ടില്ല. അവർ പറയുന്നു, അദ്ദേഹം പറയുകയുണ്ടായി, എൻ്റെ പിതാവും, അതായത് അദ്ദേഹത്തിൻ്റെ പിതാവ്, എൻ്റെ പിതാവും പിതാവിൻ്റെ പിതാവും എൻ്റെ അന്തസ്സും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുന്നിൽ പരിചയമായി നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വളരെ നല്ല ചിന്താഗതിയായിരുന്നു. വലിയ ആത്മാർത്ഥതയും കൂറുമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് മോശമായി പറയപ്പെടുന്നത് അവർ കേൾക്കാൻ ഇഷ്ടപ്പെട്ടില്ല. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഞാൻ 1 മാസത്തോളം രോഗിണിയായിരുന്നു. യാത്ര കഴിഞ്ഞ് ആളുകളെല്ലാം എത്തി. സംഘങ്ങളെല്ലാം മദീനയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ എത്തി രോഗിണിയായി. ആളുകൾ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ എനിക്ക് അതേക്കുറിച്ചൊന്നും തന്നെ അറിയില്ലായിരുന്നു. രോഗിണിയായതുകൊണ്ട് വീട്ടിൽ തന്നെയായിരുന്നു. എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ അസുഖമാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന ഔദാര്യങ്ങൾ കാണിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമാണ് എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഞാൻ രോഗിണിയായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ വരികയും സലാം പറയുകയും എന്താണ് വിവരങ്ങൾ എന്ന് ചോദിക്കുകയും മാത്രമാണ് ചെയ്തിരുന്നത്. അതിനേക്കാൾ അധികം അടുപ്പമൊന്നും കാണിച്ചില്ല. ഈ കാര്യം എന്നെ വളരെ അസ്വസ്ഥയാക്കിക്കൊണ്ടിരുന്നു. പുറത്തുണ്ടായിരുന്ന ദ്രോഹങ്ങളെ സംബന്ധിച്ച് ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് അല്പം സുഖമായപ്പോൾ ഞാൻ മുസ്തഹിനോടൊപ്പം മനാസിഹിലേക്ക് പോയി. അവിടെയാണ് ഞങ്ങൾ പുറത്തേക്ക് പോയിരുന്നത്. രാത്രി സമയങ്ങളിലായിരുന്നു ഞങ്ങൾ പോയിരുന്നത്. ഇത് ഞങ്ങൾ വീടുകളിൽ ശൗചാലയം ഉണ്ടാക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ്. അതായത് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ അവിടെയാണ് പോയിരുന്നത്. ആ സമയത്ത് വീടുകളിൽ ശൗചാലയം ഉണ്ടായിരുന്നില്ല. അവർ തുടരുന്നു, ഞങ്ങളും അറബികളെപ്പോലെ കാടുകളിലാണ് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ചു കൊണ്ടിരുന്നത്. വീടുകളിൽ ശൗചാലയം ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കിയിരുന്നു. ഏതായാലും പിന്നീട് അത് ശീലമായി വീടുകളിൽ തന്നെ ഉണ്ടാക്കി തുടങ്ങി. തുടർന്ന് പറയുന്നു, ഞാനും മുസ്തഹും കൂടി പോയി. ഇവർ അബു റഹം ബിൻ മുത്തലിബ് ബിൻ അബ്ദു മനാഫിന്റെ മകളായിരുന്നു. അവരുടെ മാതാവ് സക്കർ ബിൻ ആമിർ ആയിരുന്നു. ഇവർ അബൂബക്കർ സിദ്ദീഖിന്റെ മാതൃ സഹോദരിയാണ്. അവരുടെ മകൻ മുസ്തഹ് ബിൻ അസാസ ബിൻ ഉബാദ ബിൻ മുത്തലിബ് ആയിരുന്നു. ഞാനും മുസ്തഹും ഞങ്ങളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു. ഞങ്ങൾ ഞങ്ങളുടെ കൃത്യങ്ങളിൽ നിന്ന് വിരമിച്ച് തിരികെ വരുമ്പോൾ മുസ്തഹ് തന്റെ മൂടുപടത്തിൽ ചവിട്ടി വീഴാൻ പോയി. അവർ പറഞ്ഞു, മുസ്തഹിന് ദോഷം ഭവിക്കട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ബദറിൽ പങ്കെടുത്ത ഒരാളെ സംബന്ധിച്ചാണോ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? അവർ പറഞ്ഞു, അല്ലയോ നിഷ്കളങ്കയായ കുട്ടി, അയാൾ പറഞ്ഞതൊന്നും കേട്ടില്ലേ? ഞാൻ ചോദിച്ചു, എന്താണ് പറഞ്ഞത്? അവരെനിക്ക് ഇഫ്ക് സംഭവത്തിന്റെ കഥ മുഴുവനും കേൾപ്പിച്ചു. ഹദ്റത്ത് ആയിഷ പറയുന്നു, ഈ സംഭവം കേട്ടപ്പോൾ എൻ്റെ രോഗം കുറെ കൂടി വർദ്ധിച്ചു.
മറ്റൊരു നിവേദനത്തിൽ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോകുന്ന സംഭവത്തെക്കുറിച്ച് പറയുന്നു. ഹദ്റത്ത് ആയിഷ പറയുകയാണ്, ഞാൻ പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് പോയിരുന്നു. എൻ്റെ കൂടെ ഉമ്മു മുസ്താഹം ഉണ്ടായിരുന്നു. അവർ തടഞ്ഞു വീഴാൻ പോയി. അപ്പോൾ പറഞ്ഞു, മുസ്തഹിന് ദോഷം പോയിക്കട്ടെ. ഞാൻ പറഞ്ഞു, ഉമ്മ, നിങ്ങൾ സ്വന്തം മകന് ദോഷമുണ്ടാക്കാൻ വേണ്ടി പറയുകയാണോ? അപ്പോൾ അവർ നിശബ്ദയായി. പിന്നെ വീണ്ടും അവർ വീഴാൻ പോയി. അപ്പോൾ വീണ്ടും മുസ്തഹിന് ദോഷമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ നിങ്ങളുടെ മകന് ദോഷമുണ്ടാക്കാൻ പറയുകയാണോ? പിന്നെ മൂന്നാമതും അവർ വീഴാൻ ആഞ്ഞപ്പോൾ വീണ്ടും മുസ്തഹിന് ദോഷമുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. ഞാൻ അവരെ ശകാരിച്ചു. ഒരുപക്ഷെ ഈ ചിന്ത കാരണം അശ്രദ്ധമായതുകൊണ്ടായിരിക്കാം അവർ തടഞ്ഞു വീഴാൻ പോയത്. ഏതായാലും പറയുന്നു, ഞാൻ അവരെ ശകാരിച്ചപ്പോൾ അവർ പറഞ്ഞു, അള്ളാഹുവാണേ, നീ കാരണമല്ലാതെ ഞാൻ അവന് മോശമായതൊന്നും പറഞ്ഞിട്ടില്ല. അതായത് നീ കാരണമാണ് ഞാൻ അവന് മോശമായി പറയുന്നത്. ആ ചിന്താഗതികൾ എൻ്റെ മനസ്സിൽ വരുന്നു. ഞാൻ ചോദിച്ചു, ഞാൻ കാരണമോ? അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്നു പറയുകയുണ്ടായി. എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നതെന്ന് എന്നോട് പറയുന്നു, അള്ളാഹുവാണേ, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഏതൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ പുറത്തേക്ക് പോയത് അതൊന്നും നടന്നില്ല. വീട്ടിൽ തിരിച്ചെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ അടുക്കൽ വന്നു സലാം പറഞ്ഞു. പിന്നെ വിവരങ്ങൾ ചോദിച്ചു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മാതാപിതാക്കളുടെ അടുത്തേക്ക് പോകാൻ അനുമതി തരുമോ? ഞാൻ അവരുടെ അടുത്ത് പോയി ഈ വാർത്തയുടെ നിജസ്ഥിതി മനസ്സിലാക്കണമെന്നാണ് ആഗ്രഹിച്ചത്. ഇബ്നു ഹിശാം വിവരിക്കുന്നു, ഹദ്റത്ത് ആയിഷ തൻ്റെ മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയ സമയത്ത് അവർക്ക് ദുരാരോപണത്തെ സംബന്ധിച്ച് അറിവുണ്ടായിരുന്നില്ല. ഉമ്മു മസ് പറഞ്ഞ സംഭവം മാതാപിതാക്കളുടെ വീട്ടിൽ പോയ ശേഷമാണ് ഉണ്ടായത്. ഏതായിരുന്നാലും രണ്ട് നിവേദനങ്ങളുമുണ്ട്. അവർ പറയുന്നു, എനിക്ക് അനുമതി നൽകി. മറ്റൊരു നിവേദനത്തിൽ ഹദ്റത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കൂടെ ഒരു ജോലിക്കാരനെയും അയച്ചിരുന്നു. ഞാൻ വീടെത്തിയപ്പോൾ എൻ്റെ ഉമ്മയെ വീടിൻ്റെ താഴത്തെ നിലയിലും ഹദ്റത്ത് അബൂബക്കറിന്റെ വീടിൻ്റെ മുകളിലെ നിലയിലുമാണ് കണ്ടത്. അദ്ദേഹം ഖുർആൻ പാരായണം ചെയ്യുകയായിരുന്നു. ഇത് ബുഖാരിയിലുള്ള നിവേദനമാണ്. അവർ പറയുന്നു, ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആളുകൾ എന്തെല്ലാമാണ് പറയുന്നത്? അവർ പറഞ്ഞു, പ്രിയപ്പെട്ട മോളെ, ധൈര്യം വെടിയരുത്. അള്ളാഹുവാണ് ഭംഗിയുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീ ആരുടെയെങ്കിലും അടുത്ത് ഭാര്യയായിട്ടുണ്ടാവുകയും അതേസമയം അദ്ദേഹത്തിന് മറ്റ് ഭാര്യമാർ ഉണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ ഇത്തരം സ്ത്രീകൾക്കെതിരെ പറയാതിരുന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇവർ എന്നെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങൾ പറയുകയാണോ? മറ്റൊരു നിവേദനത്തിൽ ഹദ്റത്ത് ആയിഷ പറയുന്നു, ഹദ്റത്ത് അബൂബക്കർ അദ്ദേഹം വീടിൻ്റെ മുകളിലിരുന്ന് വിശുദ്ധ ഖുർആൻ ഓതുകയായിരുന്നു. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ താഴേക്ക് വന്നു. എൻ്റെ ഉമ്മയോട് പറഞ്ഞു, അവൾക്ക് എന്തു പറ്റി? അവർ പറഞ്ഞു, അവളെപ്പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം അവൾ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ, അതായത് അബൂബക്കറിന്റെ കണ്ണുകളിൽ നിന്ന് അശ്രു പൊഴിയുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പ്രിയ മോളെ, അള്ളാഹുവാണേ, നീ നിന്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുക. പറയുന്നു, ഞാൻ തിരിച്ചുപോയി. ഞാൻ രാത്രി മുഴുവനും കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ നേരം വെളുത്തു. എൻ്റെ കണ്ണീർ തോരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കം വരുന്നില്ല. പിന്നെ ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ നേരം വെളുപ്പിച്ചു. ഹദ്റത്ത് ആയിഷ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹിയുടെ കാര്യത്തിൽ കാലവിളംബമുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അലി ബിൻ അബി താലിബിനെയും ഹദ്റത്ത് ഉസാമ ബിൻ സയ്യിദിനെയും വിളിപ്പിച്ചു. രണ്ടുപേരോടും ഹദ്റത്ത് ആയിഷയെ ഒഴിവാക്കുന്നത് സംബന്ധിച്ച് അഭിപ്രായം ആരാഞ്ഞു. അവർ വിവരിക്കുന്നു, ഉസാമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെക്കുറിച്ച് അറിയാവുന്ന നിരപരാധിത്വം സംബന്ധിച്ച് പറയുകയുണ്ടായി. അവർ അങ്ങയുടെ സഹധർമ്മിണിയാണ്. ഞങ്ങൾ അവരിൽ നന്മയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. അതായത് ഞങ്ങൾ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഒഴിവാക്കേണ്ട പ്രശ്നം തന്നെ ഉദിക്കുന്നില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, അത് തികച്ചും കളവാണ്, അടിസ്ഥാനരഹിതമാണ്. എന്നാൽ ഹദ്റത്ത് അലി പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹു അങ്ങേക്ക് ഞെരുക്കം വെച്ചിട്ടില്ല. അവരെ കൂടാതെ വേറെയും സ്ത്രീകളുണ്ട്. അങ്ങയുടെ വേലക്കാരോട് ചോദിച്ചാൽ അവൾ സത്യം അറിയുന്നതാണ്. ഹദ്റത്ത് അലി അല്പം സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. ഹദ്റത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബരീറയെ വിളിച്ചു. അവരായിരുന്നു വേലക്കാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ബരീറ,
നിനക്ക് സംശയം ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നീ കണ്ടിരുന്നുവോ? ബരീറ പറഞ്ഞു, അങ്ങേ സത്യവുമായി അയച്ച നാഥനാണ് സത്യം. ഞാൻ അവരിൽ ഒരിക്കലും ഒരു ന്യൂനതയും കണ്ടിട്ടില്ല. അവർ ഒരു ചെറിയ പ്രായത്തിലുള്ള സ്ത്രീയാകുന്നു. പലപ്പോഴും വീട്ടിൽ മാവ് കുഴച്ചു വെച്ച് ഉറങ്ങിപ്പോകാറുണ്ട്. അത് വീട്ടിലെ ആട് തിന്നു പോവുകയും ചെയ്യുന്നു. അതായത് അത്രമാത്രം ഉറങ്ങിപ്പോകുന്നു. ഈ ഒരു അശ്രദ്ധയല്ലാതെ മറ്റൊരു കുറവും ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി ഈ വേലക്കാരി ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യാഥാർത്ഥ്യം വിവരിക്കുക. അവർ അത് സംബന്ധിച്ച് തികഞ്ഞ് അന്വേഷിക്കുകയായിരുന്നു. ആ സ്ത്രീ പറഞ്ഞു, അള്ളാഹുവാണ് പരിശുദ്ധൻ. അള്ളാഹുവാണ് എനിക്ക് അതേപ്പറ്റി സ്വർണ്ണപ്പണിക്കാരന് തങ്കത്തെക്കുറിച്ച് അറിയുന്നത് പോലെയല്ലാതെ മറ്റൊന്നും അറിയില്ല. ഞാൻ അവരെപ്പോഴും നല്ല നിലയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. വേറൊരു നിവേദനത്തിൽ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു ഐമനോടും ഹദരത്ത് ആയിഷയെ സംബന്ധിച്ച് അന്വേഷിച്ചു. അവർ പറഞ്ഞു, ഞാൻ എൻ്റെ കാതുകളെയും കണ്ണുകളെയും സംരക്ഷിച്ച് നിർത്തുകയാണ്. ഞാൻ ആയിഷയെ സംബന്ധിച്ച് എപ്പോഴും നല്ല വിചാരങ്ങൾ മാത്രമേ വെച്ചു പുലർത്തുന്നുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സഹധർമ്മിണിയായ ഹസ്രത്ത് സൈനബ് ബിൻ ജേഷനോടും എന്നെ സംബന്ധിച്ച് ചോദിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഈ പറയപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിനക്കറിയുമോ? അങ്ങനെയാണെന്ന് നീ കരുതുന്നുണ്ടോ? അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ എൻ്റെ കേൾവിയും കാഴ്ചയും സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്നു. അതായത് നല്ല ബോധപൂർവം തന്നെയാണുള്ളത്. കണ്ണും കാതും നല്ല തെളിച്ചമുണ്ട്. അള്ളാഹുവാണേ, ഞാൻ അവരിൽ നന്മയല്ലാതെ മറ്റൊന്നും കണ്ടിട്ടില്ല. ഞാൻ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഹദരത്ത് ആയിഷ പറയുന്നു, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽ ഞാനുമായി അല്പം നീരസത്തിലുള്ള വ്യക്തിയാണ്. ഞാനുമായി അല്പം നീരസമുണ്ട്. പക്ഷേ അള്ളാഹു തഖ്വ കാരണം അവരെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അവർ തെറ്റായി ഒന്നും പറഞ്ഞില്ല. ഹദരത്ത് ആയിഷ വിവരിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി വഴക്കുകൂടിയ അവരുടെ സഹോദരി ഹംന മറ്റുള്ളവർക്ക് ഒപ്പം നശിപ്പിക്കപ്പെട്ടു. അവളുടെ പര്യവസാനം നന്നായില്ല. ഹദരത്ത് ആയിഷ തുടരുന്നു, അള്ളാഹുവാണേ, എന്നെ ചേർത്ത് പറയപ്പെട്ടിരുന്ന വ്യക്തി സഫ്വാൻ ബിൻ മുഅത്തൽ പറയുന്നു, ആരുടെ കയ്യിലാണോ എൻ്റെ ജീവനുള്ളത് അവനാണ് സത്യം. ഞാൻ ഒരിക്കലും ഒരു സ്ത്രീയെയും നഗ്നയാക്കിയിട്ടില്ല. ഒരിക്കലും ഒരു സ്ത്രീയുമായും അവിശുദ്ധ ബന്ധം ഉണ്ടാക്കിയിട്ടുമില്ല. ഹദരത്ത് ആയിഷ പറയുന്നു, പിന്നീട് അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദാവുകയുണ്ടായി. അദ്ദേഹം ഷഹാദത്തിന്റെ പദവി കരസ്ഥമാക്കിയ നല്ല മനുഷ്യനായിരുന്നു. അല്ലാമ ഇബ്നു ഇസാഖ് പറയുന്നു, ഹദരത്ത് അബു അയ്യൂബ് ഖാലിദ് ബിൻ സെയ്ദ് അൻസാരിയുടെ ഭാര്യ ഉമ്മു അയ്യൂബ് അദ്ദേഹത്തോട് പറഞ്ഞു, ജനങ്ങൾ ആയിഷയെ സംബന്ധിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടുവോ? അബു അയ്യൂബ് പറഞ്ഞു, അതെ, ഞാൻ കേട്ടു. അതെല്ലാം കള്ളമാണ്. ഉമ്മു അയ്യൂബ്, നിനക്ക് അത്തരം കൃത്യം ചെയ്യാൻ കഴിയുമോ? ഉമ്മു അയ്യൂബ് പറഞ്ഞു, അള്ളാഹുവാണ്, എനിക്ക് അങ്ങനെയുള്ള നീചകൃത്യം ചെയ്യാൻ കഴിയില്ല. അബു അയ്യൂബ് പറഞ്ഞു, പിന്നെ ആയിഷ നിങ്ങളെക്കാളും എത്രയോ ഔന്നിത്യവും മേന്മയുമുള്ള മഹദിയാകുന്നു. അവർ എങ്ങനെയാണ് ഇത്തരം പ്രവൃത്തികൾ ചെയ്യുക? ബുഖാരിയിൽ പറയുന്നു, ഈ സന്ദർഭത്തിൽ അൻസാരിയായ ഒരാൾ ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, നീ പരിശുദ്ധനാകുന്നു. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് ഞങ്ങൾക്ക് ചേർന്നതല്ല. അള്ളാഹുവേ, നീ പരിശുദ്ധനാകുന്നു. ഇത് പെരുങ്കള്ളമാകുന്നു. ഇതും ബുഖാരിയിലുള്ള നിവേദനമാണ്. ബുഖാരിയുടെ വ്യാഖ്യാതാവായ അല്ലാമ ഇബ്നു ഹജർ പറയുന്നു, ഇത് അബു അയ്യൂബ് അൻസാരിയായിരുന്നു. ഉബയ്യിബ്നു കഅബ് നിവേദനം ചെയ്യുന്നു, അദ്ദേഹം ഇത് തൻ്റെ ഭാര്യയായ ഉമ്മു തുഫൈലിനോട് പറഞ്ഞതാണ്. ഹദരത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ദിവസം തന്നെ എണീറ്റ് നിന്ന് അബ്ദുല്ലാ ബിൻ ഉബയ്യുമായി തൻ്റെ ബന്ധം വിച്ഛേദിക്കുന്നതായി പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ തന്നെയായിരുന്നു. നബിയുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലയോ മുസ്ലിം സമൂഹമേ, എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് എന്നെ പ്രയാസത്തിലാക്കിയ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ആരാണ് എന്നെ സഹായിക്കുക? അള്ളാഹുവാണേ, ഞാൻ എൻ്റെ കുടുംബത്തിൽ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. അവർ പറയുന്ന വ്യക്തി, അതായത് സഫ്വാൻ ബിൻ മുഅത്തലിനെ സംബന്ധിച്ചും എനിക്ക് നന്മ മാത്രമേ അറിയുകയുള്ളൂ. അതായത് ആരോപണം ഉന്നയിക്കപ്പെടുന്ന പുരുഷനെ സംബന്ധിച്ചും സാക്ഷ്യം നൽകിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ അദ്ദേഹത്തിൽ നന്മ മാത്രമേ കണ്ടിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിനടുത്ത് എൻ്റെ കൂടെയല്ലാതെ
അദ്ദേഹം വന്നിട്ടില്ല. ഞാൻ പോകുന്ന യാത്രകളിലെല്ലാം അദ്ദേഹം എൻ്റെ കൂടെ തീർച്ചയായും വന്നിട്ടുണ്ട്. ഹദ്രത്ത് ആയിഷ പറയുന്നു, ബനു അബ്ദു മഷ്അലിൽ നിന്നുള്ള ഹദ്രത്ത് സെയ്ദ് ബിൻ മുആദ് എഴുന്നേറ്റു. മറ്റ് ചിലർ ഉസൈദ് ബിൻ ഹുസൈർ എന്ന് പറയുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങയെ സംരക്ഷിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനയും അസ്വസ്ഥതയും പ്രകടിപ്പിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, ഞാൻ അങ്ങയെ സംരക്ഷിക്കാൻ തയ്യാറാണ്. അങ്ങയുടെ കുടുംബത്തെപ്പറ്റി തെറ്റായ ആരോപണം ഉന്നയിച്ചവരിൽ നിന്ന് ഞാൻ സംരക്ഷിക്കാം. അത് ഔസ് ഗോത്രത്തിൽ നിന്നാണെങ്കിൽ ഞാൻ അയാളെ തല കൊയ്യുന്നതാണ്. ഞങ്ങളുടെ സഹോദരന്മാരായ ഖസറജിൽ നിന്നാണെങ്കിൽ അങ്ങ് കൽപ്പന നൽകിയാലും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ്. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഖസറജിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു. ഹസ്സന്റെ മാതാവ് ഈ ഗോത്രത്തിലെ ഒരു ശാഖ മുഖേന ഇയാളുടെ പിതൃവ്യ പുത്രിയായിരുന്നു. അത് ഖസറജ് ഗോത്രത്തലവനായ സഅദ് ബിൻ ഉബാദയായിരുന്നു. അദ്ദേഹം അതിനു മുമ്പ് നല്ല വ്യക്തിയായിരുന്നു. പക്ഷേ ജനപിന്തുണ അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹം സഅദിനോട് പറഞ്ഞു, അതായത് ഇത് കേട്ടപ്പോൾ അയാൾ എഴുന്നേറ്റു സഅദിനോട് പറഞ്ഞു, അള്ളാഹുവാണേ, നിങ്ങൾ പറയുന്നത് തെറ്റാണ്. അയാൾ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയുന്നതല്ല. അതിന് നിങ്ങൾക്ക് ശക്തിയില്ല. നിങ്ങളുടെ ഗോത്രത്തിൽ നിന്നാണെങ്കിൽ അത്തരമൊരാൾ കൊല്ലപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. ഹദ്രത്ത് ഉസൈദ് ബിൻ ഹുദൈർ എഴുന്നേറ്റു. അദ്ദേഹം സഅദിന്റെ പിതൃവിപുത്രനായിരുന്നു. അദ്ദേഹം സഅദ് ബിൻ ഉബാദയോട് പറഞ്ഞു, നിങ്ങൾ പറയുന്നതാണ് തെറ്റ്. അള്ളാഹുവാണേ, ഞങ്ങൾ തീർച്ചയായും അത്തരം ആളുകളെ കൊല്ലുന്നതാണ്. നിങ്ങൾ മുനാഫിക്കാണ്. നിങ്ങൾ മുനാഫിക്കങ്ങൾക്ക് വേണ്ടി പൊരുതുകയാണ്. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഇതേക്കുറിച്ച് സഹാബാക്കൾക്കിടയിലും തർക്കം തുടങ്ങി. ഔസ് ഖസറജ് ഗോത്രങ്ങൾ പരസ്പരം പോരടിക്കും വിധം ഇളകി വച്ചായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെ പിന്തിരിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ ഇരുകൂട്ടരും നിശബ്ദരായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമും മൗനം ദീക്ഷിച്ചു. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഞാൻ ആ ദിവസം മുഴുവനും കരഞ്ഞുകൊണ്ടിരുന്നു. എൻ്റെ കണ്ണീർ തോരുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഉറക്കം വന്നില്ല. ഹദ്രത്ത് ആയിഷ പറയുകയാണ്, എൻ്റെ മാതാപിതാക്കളും എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ 2 രാത്രിയും 1 പകലും കരഞ്ഞുകൊണ്ടേയിരുന്നു. എൻ്റെ കണ്ണീർ തോരുകയോ ഉറക്കം വരികയോ ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എൻ്റെ കരൾ പിളർന്നു പോകുമെന്ന് എനിക്ക് തോന്നി. ഈ സമയം അത്രയും എൻ്റെ മാതാപിതാക്കൾ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അൻസാരി സ്ത്രീ എൻ്റെ അടുത്തേക്ക് വരാൻ അനുവാദം ചോദിച്ചു. ഞാൻ അവർക്ക് അനുവാദം കൊടുത്തു. അവരും എൻ്റെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. ഹദ്രത്ത് ആയിഷ പറയുന്നു, ഞങ്ങൾ അതേ അവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ അടുക്കൽ വന്നു സലാം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഭവത്തിന് ശേഷം എൻ്റെ അടുക്കൽ ഇരുന്നിട്ടില്ല. സലാം പറഞ്ഞ് ദൂരെ നിന്ന് കാര്യങ്ങൾ അന്വേഷിച്ചു പോകുമായിരുന്നു. ഹദ്രത്ത് ആയിഷ പറയുന്നു, 1 മാസം വരെ ഇങ്ങനെ തുടർന്നു. എന്നെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹിയൊന്നും ഇറങ്ങിയില്ല. ഹദ്രത്ത് ആയിഷ തുടരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, നിന്നെ സംബന്ധിച്ച് എനിക്ക് ഇന്ന കാര്യങ്ങൾ കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നു. നീ നിരപരാധിയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു നിന്റെ നിരപരാധിത്വം തെളിയിക്കും. നിന്നിൽ നിന്ന് വല്ല ഇടർച്ചയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ, പാപപ്പുറത്ത് തേടുക, അവനോട് പശ്ചാത്തപിക്കുക. കാരണം ദാസൻ തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയാണെങ്കിൽ അവൻ കാരുണ്യപൂർവ്വം ദാസനിലേക്ക് തിരിയുന്നതാണ്. ഹദ്രത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സംസാരം പൂർത്തിയാക്കിയപ്പോൾ എൻ്റെ കണ്ണീർ വാർന്നു. ഈ കാര്യങ്ങൾ ഞാൻ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തുള്ളി കണ്ണീരും വന്നില്ല. ഞാൻ എൻ്റെ പിതാവിൻ അബൂബക്കറിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സവിധത്തിൽ എനിക്ക് വേണ്ടി മറുപടി പറയാൻ പറഞ്ഞു. എൻ്റെ പിതാവ് പറഞ്ഞു, അല്ലാഹുവാണേ, ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് എന്ത് പറയാനാണ്? എനിക്കൊന്നും അറിയുന്നില്ല. എന്താണ് മറുപടി പറയുക? ഞാൻ എൻ്റെ ഉമ്മയോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന് മറുപടി കൊടുത്താലും. എൻ്റെ ഉമ്മ പറഞ്ഞു, അല്ലാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. അവരും അത് തന്നെ പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തന്നെ മറുപടി പറഞ്ഞു. പിന്നെ ഞാൻ തന്നെ മറുപടി പറയാൻ തുടങ്ങി. ഞാൻ ചെറിയ പ്രായത്തിലുള്ള സ്ത്രീയായിരുന്നു. ഖുർആൻ കൂടുതൽ അറിയില്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അല്ലാഹുവാണേ, നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടു എന്ന് എനിക്കറിയാം. അത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായിരിക്കുന്നു.
നിങ്ങളുടെ ഹൃദയങ്ങൾ അതെല്ലാം സത്യമാണെന്ന് കരുതുന്നു. ഇനി ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ അംഗീകരിക്കുന്നതല്ല. ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിനറിയാം. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഇനി ഞാൻ എന്തെങ്കിലും സമ്മതിച്ചാൽ നിങ്ങൾ എന്നെ സത്യവതിയാണെന്ന് കരുതുന്നതാണ്. നിങ്ങൾ പറയും, ഇവൾ അപരാധിയാണ്, പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കും എനിക്കും യൂസുഫിന്റെ പിതാവിന്റെ ഉദാഹരണമല്ലാതെ മറ്റൊന്നും കാണുന്നില്ല. അതായത് യൂസുഫിന്റെ പിതാവിന്റെ ഉപമ മാത്രമേ ഉള്ളൂ. അദ്ദേഹം പറയുകയുണ്ടായി, സബറുൻ ജമീൽ വല്ലാഹു മുസ്തആനു അലാ മാ തസിഫൂൻ. അതായത് നല്ലപോലെ ക്ഷമിക്കുകയാണ് എനിക്ക് ഉചിതം. അവർ പറയുന്നതിൽ നിന്ന് അതിന്റെ നിജസ്ഥിതിക്ക് വേണ്ടി അള്ളാഹുവിനോട് മാത്രമേ സഹായം ചോദിക്കാൻ കഴിയുകയുള്ളൂ. അവനോട് സഹായം ചോദിക്കപ്പെടുന്നതാണ്. പറയുന്നു, ഞാൻ ഇത്രയും പറഞ്ഞ് തിരിഞ്ഞു കടന്നു, എൻ്റെ കിടക്കയിലേക്ക് തിരിഞ്ഞു കടന്നു. അപ്പോഴും ഞാൻ നിരപരാധിയാണെന്ന് അള്ളാഹുവിനറിയാമായിരുന്നു. അള്ളാഹു എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്താൻ പോവുകയാണ്. പക്ഷെ അള്ളാഹു എന്നെ സംബന്ധിച്ച് വഹി ഇറക്കുമെന്ന് ഞാൻ കരുതിയില്ല. അത് പിന്നീട് പാരായണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുമെന്നോ ഞാൻ കരുതിയതല്ല. അള്ളാഹു വഹി ഇറക്കാൻ മാത്രം എൻ്റെ സ്ഥാനമുണ്ടെന്നും ഞാൻ കരുതിയിട്ടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉറക്കത്തിലുള്ള സ്വപ്നമോ മറ്റോ മുഖേന എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അള്ളാഹു എൻ്റെ നിരപരാധിത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയുമെന്നും കരുതി. അത് സംബന്ധിച്ച് ആയത്തിറങ്ങുമെന്ന് ഞാൻ കരുതിയില്ല. പറയുന്നു, അള്ളാഹുവാണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. വീട്ടുകാർ ആരും അവിടെ നിന്ന് മാറിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വഹി ഇറങ്ങി തുടങ്ങി. അത്തരം ഘട്ടങ്ങളിൽ ഉണ്ടാകുന്നത് പോലുള്ള അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്ത് നിന്ന് മുത്തുകൾ പോലെ വിയർപ്പ് തുള്ളികൾ ഇറ്റാൻ തുടങ്ങി. അത് തണുപ്പ് കാലമായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇറങ്ങുന്ന ദിവ്യ വാണികളുടെ ഘനം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിയർപ്പ് തുള്ളികൾ വരാൻ തുടങ്ങി. ഇബ്നു ഹിശാമിൽ പറയുന്നു, ഹദ്റത്ത് ആയിഷ വിവരിക്കുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി വിരിപ്പ് വിരിക്കുകയുണ്ടായി. ശിരസിനടിയിൽ തുകൽ കൊണ്ടുള്ള തലയിണ വെച്ചു. എനിക്ക് ഒരു പരിഭ്രമവും ഉണ്ടായില്ല, കാരണം ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാമായിരുന്നു. ഹദ്റത്ത് ആയിഷ പറയുന്നു, വഹി ഇറങ്ങിയാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കൊരു പരിഭ്രമവും തോന്നിയില്ല, കാരണം ഞാൻ നിരപരാധിയാണെന്ന് എനിക്കറിയാമായിരുന്നു. അള്ളാഹു എന്നെ നിരപരാധിത്വം വെളിപ്പെടുത്തുമെന്നും എന്നോട് അക്രമം കാണിക്കുകയില്ലെന്നും എനിക്ക് ഉറപ്പായിരുന്നു. എൻ്റെ മാതാപിതാക്കളുടെ അവസ്ഥയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അള്ളാഹുവാണെ, ആരുടെ കയ്യിലാണോ ആയിഷയുടെ ജീവനിരിക്കുന്നത് അവനാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസ്ഥ മാറിയിട്ടുണ്ടായിരുന്നില്ല. രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെടുമോ എന്ന അവസ്ഥയാണ് എനിക്ക് തോന്നിയത്. എൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഏറെ ഭയപ്പെട്ടിരുന്നു. ജനങ്ങൾ പറഞ്ഞതനുസരിച്ച് സത്യമായിരിക്കുമോ എന്നും അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വഹി ഉണ്ടാകുമോ എന്നും അവർ ഭയപ്പെട്ടു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ മാറി. എഴുന്നേറ്റിരുന്ന് നെറ്റിയിൽ നിന്ന് വിയർപ്പ് തുള്ളികൾ തുടച്ചു നീക്കി. ഹദ്റത്ത് ആയിഷ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ അവസ്ഥ മാറിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറഞ്ഞത് ഇങ്ങനെയാണ്, ആയിഷ, അള്ളാഹു നിന്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, എഴുന്നേറ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോകൂ. ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ പോകുന്നതല്ല. ഞാൻ പ്രതാപവാനായ അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും സ്തുതിക്കുന്നതല്ല. ഹദ്റത്ത് ആയിഷ പറയുന്നു, അള്ളാഹു ഇങ്ങനെ വഹി ഇറക്കി, ഇന്നല്ലദീന ജാഉ ബിൽ ഇഫ്കി, തീർച്ചയായും അവർ വലിയ കള്ളമാണ് പറഞ്ഞത്. ഈ എല്ലാ ആയത്തുകളും സൂറ നൂറിൽ വന്നതാണ്. 12 മുതൽ 21 വരെയുള്ള ആയത്തുകൾ. അള്ളാഹു എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയപ്പോൾ ഹദ്റത്ത് അബൂബക്കർ സിദ്ദീഖ് മസ്തഹ് ബിൻ അസാസയ്ക്ക് അടുത്ത ബന്ധവും അദ്ദേഹത്തിന്റെ ദാരിദ്ര്യവും കാരണം ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നു. അള്ളാഹു എൻ്റെ നിരപരാധിത്വം വെളിപ്പെടുത്തിയപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചവരിൽ ഉണ്ടായിരുന്ന മസ്തഹ് ബിൻ അസാസയ്ക്ക് ഹദ്റത്ത് അബൂബക്കർ ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നതാണ്. അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവാണ്, ഞാൻ മസ്തഹിനെ അയാൾ ആയിഷയെ സംബന്ധിച്ച് പറഞ്ഞത് കാരണം ചെലവിന് കൊടുക്കുന്നതല്ല. അപ്പോൾ അള്ളാഹു ഇപ്രകാരം വഹി ഇറക്കി, വലാ യഅ്തലിൽ ഉലുൽ ഫസ്ലി മിൻകും, നിങ്ങളിൽ ദീനീപരവും ഭൗതികപരവുമായ ശ്രേഷ്ഠതയുള്ളവർ
ഇത്തരം ശപഥങ്ങൾ ചെയ്യരുത്. മുതൽ ഗഫൂർ റഹീം, അതായത് അവൻ ഏറെ പൊറുക്കുന്നവനും കരുണയുള്ളവനാകുന്നു എന്നുവരെയുള്ള ആയത്തുകൾ ഇറങ്ങി. അദ്ദേഹം ആദ്യം ചെലവിന് കൊടുക്കില്ലെന്ന് പറഞ്ഞു. പിന്നീട് ഈ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ പറഞ്ഞു, എന്തുകൊണ്ടില്ല, അള്ളാഹുവാണേ, അള്ളാഹു എൻ്റെ തിന്മകൾ മറച്ചു വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ അദ്ദേഹം മസ്തഖിന് വീണ്ടും ചെലവിന് കൊടുത്തു തുടങ്ങി. അദ്ദേഹം പറയുന്നു, ഞാൻ അതിൽ നിന്ന് ഒരിക്കലും പിന്മാറുന്നതല്ല. ഇതാണ് ഇഫ്ക് സംഭവത്തിൻ്റെ വിശദമായ കാര്യങ്ങൾ. ബാക്കി ഇൻഷാല്ലാ പിന്നീട് വിവരിക്കുന്നതാണ്. ഇന്ന് ഞാൻ ദുആക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ബംഗ്ലാദേശിലെ അഹമ്മദികൾക്ക് വേണ്ടി ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ അവസ്ഥകൾ എത്രയും പെട്ടെന്ന് നന്നാക്കി തീർക്കട്ടെ. പാകിസ്ഥാനിലെ അഹമ്മദികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരുടെയും അവസ്ഥകൾ നന്നാക്കുമാറാകട്ടെ. പലസ്തീനിലെ നിരപരാധികൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവർക്ക് മേൽ കരുണ ചുരിയുമാറാകട്ടെ. മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അള്ളാഹു അവരുടെ നേതാക്കന്മാർക്ക് വിവേകം നൽകുമാറാകട്ടെ. സാധാരണക്കാരുടെ അവകാശങ്ങൾ നൽകാൻ കഴിയുമാറാകട്ടെ. ദ്രോഹം ചെയ്യാതിരിക്കട്ടെ. കാരണം അവരുടെ ദ്രോഹം നിമിത്തമാണ് ശത്രുക്കൾക്കും മുസ്ലിങ്ങൾക്ക് മേൽ ദ്രോഹം ചെയ്യാൻ ധൈര്യമുണ്ടാകുന്നത്. ഇവർ സ്വയം അവകാശങ്ങൾ കൊടുക്കുന്നില്ല, പിന്നെ നമ്മളോട് എങ്ങനെയാണ് അവകാശങ്ങൾ ചോദിക്കുകയെന്നും അവർ ധരിക്കുന്നു. അള്ളാഹു മുസ്ലിം സമുദായത്തിനു മേൽ കരുണ ചുരിയുമാറാകട്ടെ. الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.